ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അവ്യാന് തൊണ്ടയിൽ എന്ത് പറ്റി? അവ്യാന് നല്ല ചുമ. രാവിലെ എണീറ്റിട്ട് നമ്മുടെ പ്ലാനൊന്നും അറിയത്തില്ല, പോവായിരിക്കും. രാവിലെ എണീറ്റ് ഞാൻ ചായ കുടിച്ചു വൊമിറ്റ് ചെയ്തു. കബൊക്കെ പോയി. പിന്നെ നല്ല തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞ് അവ്യാൻ ബാഡ് ഡ്രിങ്കും കോൾഡ് ഡ്രിങ്കും കുടിച്ചോണ്ടാണ് അവ്യാന് തൊണ്ടവേദന വന്നത്. ഇന്ന് സോയിക്കുട്ടിനെ നമ്മൾ ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് റാഗിയാണ് കേട്ടോ. റാഗിയും കുറച്ച് അവൻ്റെ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ലൂസാക്കിയിട്ടുള്ളതാണ്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ, നിറയെ കുടിക്കണേ, ഞാൻ ബിഗ് ആവണേ. ചേട്ടനെ പോലെ നന്നായിട്ട് കുറുക്ക് കുടിച്ചടേ. ഒരു നാൾ ഏട്ടനെ പോലെ വളരും വലുതാകും, ഏട്ടനെ പോലെ കുറുക്കും വലുതാകും. പാലല്ലാണ്ട് നമ്മൾ അവന് ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു ഫുഡ് കൊടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. എങ്ങനെയാണ് അവൻ്റെ എക്സ്പ്രഷനും അവന് ഇഷ്ടമാവോ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭാഗ്യത്തിന് അവന് ഇഷ്ടമായി കേട്ടോ. പുതിയൊരു സാധനം കൊള്ളാമോ? ഇഷ്ടപ്പെട്ടില്ലേടാ? കുഴപ്പമില്ല കുടിക്കണുണ്ട്. അവസാനം നമ്മൾ അൽവാദ മോളിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. എനിക്കിപ്പോൾ ഒരു ഡ്രസ്സും കയറുന്നില്ല ഗൈസ്. ദേ ഇട്ടേക്കുന്ന ഷോർട്സ് പോലും വിഷ്ണുവിൻ്റെയാണ്. ഇനി മെല്ലെ വർക്കൗട്ടൊക്കെ ചെയ്ത് വെയിറ്റ് ഒക്കെ കുറയ്ക്കും. നമ്മൾ അൽവാദ എത്തി, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിച്ചിട്ട് കയറാമെന്ന്. കാരണം ആരും ഒന്നും കഴിച്ചില്ല. അമ്മ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ, നമ്മളാരും ഒന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ ബ്രഞ്ചായിട്ട് ഒരു ബിരിയാണി കഴിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ ആ കടയിലോട്ട് പോവുകയാണ്. എൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പം ബിരിയാണി കടയിലോട്ട് പോവാം. നല്ല വെയിലുണ്ട്, ഒടുക്കത്ത് ചൂട്. നമ്മുടെ റഹ്മത്ത് കാലിക്കട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് വന്നത്. നല്ല കോഴിക്കോടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കോഴിക്കോടൻ ബിരിയാണി. ഞാൻ ബീഫ് ബിരിയാണി, ഉണ്ണി വിഷ്ണു മട്ടൻ ബിരിയാണി, അമ്മ ഫിഷ് ബിരിയാണിയാണ്. സിറ്റുവിനും ബിരിയാണി വന്നു. അത് ചിക്കൻ അല്ല വ്യാൻ. മട്ടൻ. ഇവിടെ എന്തോ ഇവന്റ് എന്തോ നടക്കുവാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ആദ്യം കയറുന്ന ഒരു ഷോപ്പ് ഇവിടെ ആയിരിക്കും കേട്ടോ. അത് ഞാനല്ല, വിഷ്ണു ഉണ്ണിയും ആദ്യം ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇവർക്ക് നൈക്കിയിൽ കയറിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. പെട്ടെന്ന് കുടിച്ച്. അത് വലുത്. ഇത് കണ്ടോ സോയ് ബേബി, സിറ്റു ചേട്ടൻ്റെ പാൻറ്റും സിറ്റു ചേട്ടൻ്റെ ഷൂസും. സോയ് ബേബിക്ക് മേടിച്ച ഷൂസ് വലുതായി പോയി. ഇത് സിറ്റു ചേട്ടൻ്റെയാണ്. ഇത് ഇച്ചിരി വലുതാണ്. കുടിച്ചാ ഇത് സെയിം ഡേ ഈവനിങ് ആണ് കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട്
ലുലുന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ലുലു ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചാൽ ലുലു ആയി. അപ്പോൾ നമ്മൾ വീട്ടിലത്തേക്കുള്ള സാധനം എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അമ്മ വന്നില്ല, അമ്മ ടയേർഡാന്ന് പറഞ്ഞു. സോ അമ്മ വീട്ടിലിരുന്നു. ഞാനും വിഷ്ണുവും ഉണ്ണിയും സിറ്റും കൂടി ആയിട്ടാണ് പോയത്. എവിടെ പോവാ? നമ്മള് ലുലുവിൽ അവ്യാനൊരു ടേബിൾ നോക്കാൻ വേണ്ടി പോവാ. സ്റ്റഡി ടേബിൾ. എടുക്ക് മുട്ട. കുറച്ചും കൂടെ ഉള്ളു, പകുതിയേ ഉള്ളു. എൻ്റെ പകുതിയിലും കുറവാ. സ്റ്റഡി ടേബിൾ കിട്ടിയില്ല ഗൈസ്. സ്റ്റഡി ടേബിളിനി ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ വേറെ ഓപ്ഷൻസ് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ മോളിൽ എന്നും എന്തെങ്കിലും ഇവൻറ്റ്സ് കാണും. കൂടാതെ എല്ലാ ഡേയ്സും അതോ എല്ലാ സാറ്റർഡേ സൺഡേയ്സും കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കാണും ഇവിടെ. ലൈക്ക് ഓരോ ഡേയ്സും ഓരോന്നായിരിക്കും. ഒരു ഡേ ഇപ്പോൾ ഗെയിമിംഗ് ആയിരിക്കും, ചില ഡേ മൂവി ടൈം ആയിരിക്കും. ലൈക്ക് ഇത് ഫ്രീ ആണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും വന്ന് ഇരുന്ന് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ എന്തോ ആ മോളിൽ ഷോപ്പ് ചെയ്ത ഒരു 50 ദിറത്തിൻ്റെ എന്തെങ്കിലും ഒരു ബില്ല് കാണിക്കണം. ബാക്കിയെല്ലാം ഫ്രീ ആണ് ഇവർക്ക്. ഇതുപോലെ ഇവിടെ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു മൂവി അവർ പ്ലേ ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കാണാം. ചില ഡേയ്സ് ഗെയിമിംഗ് ആയിരിക്കും, ചില ഡേയ്സ് ആയിരിക്കും, ചില ഡേയ്സ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ മിക്ക ദിവസവും നല്ല തിരക്കുണ്ടായിരിക്കും. ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ഇത് ഇത്രയും അടുത്തായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങും ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ ആക്ച്വലി നല്ല ഈസിയാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. See you all on my next vlog. Bye bye.